Happy morning. This is Aishwarya from Nexa Global. Quote of the day. Your limitation, it's only your imagination. നിങ്ങളുടെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടേതായിട്ടുള്ള ഇമാജിനേഷൻ മാത്രമാണ്, നിങ്ങൾ സങ്കല്പിച്ചു വെച്ചിരിക്കുന്ന കാര്യമാണ്. ഓക്കെ, ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജ് നമുക്ക് ഈസി ആയിട്ട് തന്നെ കോൺഫിഡൻസ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും എന്ന് വെച്ച് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യുവർ ലിമിറ്റേഷൻ, ഇറ്റ്സ് ഓൺലി യുവർ ഇമാജിനേഷൻ. ഓക്കെ, നിങ്ങൾ സങ്കല്പിച്ച് വെച്ചിരിക്കുന്നതിന് അപ്പുറമാണ് നിങ്ങളുടേതായിട്ടുള്ള കഴിവുകൾ. സോ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. പോസിറ്റീവ് തോട്ടോടു കൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വെൽക്കം ടു നെക്സ ഗ്ലോബൽ. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ടെൻസസ്. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ടെൻസസ് ആണ്. ഇറ്റ് ഈസ് ഫോം ഓഫ് വെർബ് ദാറ്റ് ഇൻഡിക്കേറ്റ് ദ ടൈം അറ്റ് വിച്ച് ഇൻഡിക്കേറ്റ് ദ ആക്ഷൻ ഓർ ഇവൻ ഒക്കേർഡ്. ടെൻസസ് എന്ന് പറഞ്ഞാൽ എന്താ? കാലം അല്ലെ. ഇറ്റ് ഈസ് ഫോം ഓഫ് വെർബ് ദാറ്റ് ഇൻഡിക്കേറ്റ് ദ ടൈം അറ്റ് വിച്ച് ഇൻഡിക്കേറ്റ് ദ ആക്ഷൻ ഓർ ഇവൻ ഒക്കർ. ആക്ഷൻ, പ്രവൃത്തി അല്ലെങ്കിൽ ഇവന്റ് ഒക്കർ ചെയ്യുന്നു. ദാറ്റ് ടൈപ്പ് ഓഫ് that is called tenses. Different types of tenses. What are they? Present tense, past tense, future tense. Simple present tense, simple past tense, simple future tense. Different aspects of tenses. ടെൻസസിന് തന്നെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. എന്താണ്? പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. ഓരോ ടെൻസിനും ഡിഫറെന്റ് ആസ്പെക്ട്സ് ഉണ്ട്, ഡിഫറെന്റ് ആയിട്ടുള്ള കൈൻഡ്സ് ഉണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. വാട്ട് ആർ ദേ? Present tense, simple present, present continuous, present perfect, present perfect continuous. Okay. Past tense, simple past, past continuous, past perfect, past perfect continuous. Future tense, simple future, future continuous, future perfect, future perfect continuous. അങ്ങനെ ഡിഫറെന്റ് ആസ്പെക്ട്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ടെൻസസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സിമ്പിൾ പ്രസന്റ് ടെൻസ്. പ്രസന്റ് ടെൻസ് ഇപ്പം നടക്കുന്ന കാര്യത്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് പ്രസന്റ് ടെൻസിൽ പറയുന്നത്. ഓക്കെ, പ്രസന്റ് ടെൻസിന്റെ സിറ്റുവേഷൻസ്, ഫോം, എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇഫ് ദ സബ്ജക്റ്റ് ഈസ് പ്ലൂറൽ, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ പ്രസന്റ് ടെൻസിൽ ഫോം എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, വാട്ട് ഈസ് സബ്ജക്റ്റ്? സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോർ ഓഫ് ആൻ ആക്ഷൻ. ദ ഡോർ ഓഫ് ആൻ ആക്ഷൻ ആണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. പ്രവൃത്തി ചെയ്യുന്ന ആളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഐ, വി, ഷീ, ദേ, ഇറ്റ് ആർ ദ സബ്ജക്റ്റ്. ഓക്കെ, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. വാട്ട് ഈസ് സബ്ജക്റ്റ്? ഡോർ ഓഫ് ആൻ ആക്ഷൻ, ദാറ്റ് ഈസ് കാൾഡ് സബ്ജക്റ്റ്. ഓക്കെ, വെർബ്, വെർബ് ഇസ് ദ ആക്ഷൻ. വെർബ് എന്ന് പറയുന്നത് പ്രവൃത്തി ഓർ സ്റ്റേറ്റ് ഓഫ് ബീയിങ്, ഒരവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെർബ് എന്ന് പറയുന്നത്. ഓക്കെ, ഒബ്ജക്റ്റ്, ആൻസർ ടു ദ ക്വസ്റ്റ്യൻ ഹും ഓർ വാട്ട്, എന്തിനെ കുറിച്ചാണ് പറയുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഐ റീഡ് ന്യൂസ് പേപ്പർ. ഐ ഇസ് ദ സബ്ജക്റ്റ്, റീഡ് ഇസ് ദ വെർബ്, ന്യൂസ് പേപ്പർ ഇസ് ദ ഒബ്ജക്റ്റ്. ഓക്കെ, ഗോട്ട് ഇറ്റ്? ഇഫ് ദ സബ്ജക്റ്റ് ഈസ് പ്ലൂറൽ, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഫോം എന്താണ്? സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഫോം എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് ആണ്. ദ സബ്ജക്റ്റ് ഈസ് സിംഗുലർ, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഫോം സബ്ജക്ട് പ്ലസ് വെർബ്, വെർബ് ഏതാണെങ്കിലും അതിന്റെ കൂടെ എസ് ഓർ ഇ എസ് വരും, പ്ലസ് ഒബ്ജക്റ്റ് ആയിരിക്കും. ഓക്കെ, ലെറ്റ്സ് ടേക്ക് ലുക്ക് അറ്റ് ദ സിറ്റുവേഷൻസ് വെയർ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഈസ് യൂസ്ഡ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, ഹാബിറ്റ്സ് ഓർ റുട്ടീൻ, ഡെയിലി റുട്ടീൻ, ദൈനംദിന ശീലങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്താണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. യൂണിവേഴ്സൽ ട്രൂത്ത്, പ്രപഞ്ച സത്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്താണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. ലൈക്ക് ആൻഡ് ഡിസ്ലൈക്ക്, ഇഷ്ടങ്ങളെ കുറിച്ചും ഡിസ്ലൈക്കുകളെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ, ഇഷ്ടമില്ലായ്മയെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ എന്താണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, എന്തൊക്കെയാണ്? വാട്ട് ആർ ദേ? ഹാബിറ്റ്സ്, ഹാബിച്വൽ ആക്ഷൻ, ഹാബിച്വൽ ആക്ഷൻ ദാറ്റ് മീൻസ് ദൈനംദിന ശീലങ്ങൾ, ഡെയിലി റുട്ടീൻ ഒക്കെ പറയുന്നത് എന്താണ്? ഹാബിച്വൽ ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡെയിലി റുട്ടീൻസ് ആണ്. നമ്മൾ ഡേ ബൈ ഡേ ചെയ്യുന്ന റുട്ടീൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് പറയുമ്പോൾ പ്രസന്റ് ടെൻസിലാണ് പറയുന്നത്. യൂണിവേഴ്സൽ ട്രൂത്ത്, പ്രപഞ്ച സത്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ പ്രസന്റ് ടെൻസിലാണ് പറയുന്നത്. ലൈക്ക് ആൻഡ് ഡിസ്ലൈക്ക്, ലൈക്ക് അല്ലെങ്കിൽ ഡിസ്ലൈക്കിനെ കുറിച്ച് പറയുമ്പോൾ പ്രസന്റ് ടെൻസിലാണ് പറയുന്നത്. അതുപോലെ തന്നെ ടൈം ഓർ ഷെഡ്യൂൾ, ടൈം ഷെഡ്യൂൾ ഡിപ്പെൻഡ് ചെയ്ത് പറയുമ്പോൾ പ്രസന്റ് ടെൻസിലാണ് പറയുന്നത്. Habitual action. We use simple present tense to talk about
അവർ ഹാബിറ്റ്സ് ആൻഡ് ഡെയിലി റുട്ടീൻ ആക്ടിവിറ്റീസ്. ഹാബിച്വൽ ആക്ഷൻ്റെ അത് വരുന്നത് എന്താണ്? ഹാബിച്വൽ ആക്ഷൻസിൻ്റെ അത് വരുന്നത് നമ്മുടെ ഡെയിലി റുട്ടീൻസും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഹാബിറ്റ്സിനെ കുറിച്ച്, നമ്മുടെ ശീലങ്ങളെ കുറിച്ച് പറയുന്നതാണ് ഹാബിച്വൽ ആക്ഷൻ്റെ അകത്ത് വരുന്നത്. ലെറ്റ്സ് സ്റ്റാർട്ട് ദ എക്സാമ്പിൾസ്. ഐ വേക്ക് അപ്പ് അറ്റ് 6 AM. ഞാൻ എത്ര മണിക്കാണ് എഴുന്നേക്കുന്നത്? 6 AM. 6 o'clock ഞാൻ എഴുന്നേക്കുന്നത്. അത് ഡെയിലി റുട്ടീൻ ആണ് അല്ലേ? ഓക്കെ, ദാറ്റ് ഈസ് ദ സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഹാബിച്വൽ ആക്ഷൻ ഐ വേക്ക് അപ്പ് അറ്റ് 6 AM. I wake up at 6 AM. So that is the example in simple present tense. Okay. He brushes teeth. They play cricket. She goes to class at 10 AM. എന്താണ്? പല്ലേക്കുന്ന കാര്യം, അതുപോലെ തന്നെ എന്താണ്? ക്രിക്കറ്റ് അവർ കളിക്കുന്നു. അതുപോലെ തന്നെ ഷീ ഗോസ് ടു ക്ലാസ് അറ്റ് 10 o'clock സ്കൂളിലോട്ട് പോകുന്നത്. അപ്പൊ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് കാര്യമായാലും നമ്മൾ ഹാബിറ്റ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഡെയിലി റുട്ടീൻസ് ആണെങ്കിലും ഡെയിലി ചെയ്യുന്ന ആ ഒരു സെന്റൻസിൽ വരുമ്പം, ഏതൊരു സെന്റൻസ് നമ്മൾ മേക്ക് ചെയ്യുന്ന ടൈമിലും ഡെയിലി റുട്ടീൻ ഡിപ്പെൻഡ് ചെയ്ത് പറയുമ്പോൾ അത് പ്രസന്റ് ടെൻസ് ആണ് വരുന്നത്. ഓക്കെ, ഐ വേക്ക് അപ്പ് അറ്റ് 6 AM. ഹി ബ്രഷസ് ടീത്ത്. ദേ പ്ലേ ക്രിക്കറ്റ്. ഷീ ഗോസ് ടു ക്ലാസ് അറ്റ് 10 AM. ഓക്കെ, ഗോട്ട് ഇറ്റ്? വാച്ച് മീ കെയർഫുള്ളി. ഫസ്റ്റ് എന്തായിരുന്നു നമുക്ക്? ഹാബിച്വൽ ആക്ഷൻ. സെക്കൻഡ് സിറ്റുവേഷൻ, വിച്ച് ഇസ് ദ സെക്കൻഡ് സിറ്റുവേഷൻ? യൂണിവേഴ്സൽ ട്രൂത്ത്, പ്രപഞ്ച സത്യം. യു ക്യാൻ യൂസ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ടു ഫോം സെന്റൻസസ് അബൌട്ട് യൂണിവേഴ്സൽ ട്രൂത്ത്, ഓൾസോ ടു യൂണിവേഴ്സൽ ട്രൂത്ത് ടു മേക്ക് സ്റ്റേറ്റ്മെന്റ് വിച്ച് യു ബിലീവ്. എന്താണ്? നമ്മൾ വിശ്വസിക്കുന്ന പ്രപഞ്ച സത്യം എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ വിശ്വസിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ, ട്രൂത്ത്, ബിലീവ് ടു ബി ട്രൂ, അത് ശരിയാണോ എന്ന് അറിയാന്നുള്ള കാര്യം. ഇപ്പൊ ദാറ്റ് മീൻസ് സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. സൂര്യൻ എന്ന് പറയുന്നത് എവിടെ ഉദിക്കുന്നത്? കിഴക്ക്. പടിഞ്ഞാറാണോ സൂര്യൻ ഉദിക്കുന്നത്? ആണോ? അല്ല, കിഴക്കാണ് സൂര്യൻ ഉദിക്കുന്നത്. ദാറ്റ് ഈസ് ദ യൂണിവേഴ്സൽ ട്രൂത്ത്. ദിസ് ഈസ് ദ എക്സാമ്പിൾ ഓഫ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. ഓക്കെ. ഹി ഡാൻസസ് വെൽ. അവൻ നന്നായിട്ട് ഡാൻസ് കളിക്കും, അവന്റെ കഴിവാണ്. ദാറ്റ് ഈസ് ദ ട്രൂത്ത്. അതൊന്ന് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. സോ ദാറ്റ് ഈസ് ദ യൂണിവേഴ്സൽ ട്രൂത്ത്. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഷീ ഈസ് എ ഗുഡ് സ്റ്റുഡൻറ്. അവളൊരു നല്ല സ്റ്റുഡൻ്റ് ആണ് അല്ലേ? നല്ല വിദ്യാർത്ഥിനിയാണ്. സോ അതൊരു സത്യമുള്ള കാര്യമാണ്. ഇപ്പൊ ക്ലാസ്സില് കൂട്ടത്തിൽ ഏറ്റവും മിടുക്കിയായിട്ട് പഠിക്കുന്ന അവളാണ് സീത. സീത ഈസ് എ ഗുഡ് സ്റ്റുഡൻറ്. സീത ഗുഡ് സ്റ്റുഡൻ്റ് ആണ്. ഇതൊരു ട്രൂത്ത് ആണ്. സോ ദാറ്റ് ഈസ് ദ സിമ്പിൾ പ്രസന്റ് ടെൻസ്. സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഫോം എന്താണ്? സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഓക്കെ, എന്തൊക്കെ സിറ്റുവേഷൻസ് ആണ്? ഹാബിച്വൽ ആക്ഷൻ, യൂണിവേഴ്സൽ ട്രൂത്ത്, ലൈക്ക് ആൻഡ് ഡിസ്ലൈക്ക്. നെക്സ്റ്റ് സിറ്റുവേഷൻ ആണ് ലൈക്ക് ആൻഡ് ഡിസ്ലൈക്ക്. സിമ്പിൾ പ്രസന്റ് ടെൻസ് ഈസ് യൂസ്ഡ് ടു ടോക്ക് അബൌട്ട് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ഓഫ് സബ്ജക്ട്. നമ്മുടെ ഇഷ്ടങ്ങൾ, അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത് പറയുമ്പോൾ, ദാറ്റ് മീൻസ് ഐ ലൈക്ക് ഐസ്ക്രീം, ഐ ഡോണ്ട് ലൈക്ക് ബിരിയാണി. എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്, നിങ്ങൾക്ക് ബിരിയാണി ഇഷ്ടമായിരിക്കും അല്ലേ? എനിക്ക് ബിരിയാണി ഇഷ്ടമല്ല. അപ്പം ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും പറയുമ്പോൾ എന്താണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. സിമ്പിൾ പ്രസന്റ് ടെൻസ് ഈസ് യൂസ്ഡ് ടു ടോക്ക് അബൌട്ട് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്ക് ടു സബ്ജക്ട്. ഓക്കെ, ഷീ ലൈക്സ് ഐസ്ക്രീം, ദേ ലൈക്ക് കാർസ്, ഐ ഡോണ്ട് ലൈക്ക് സ്വീറ്റ്സ്. അങ്ങനെയൊക്കെ നമുക്ക് എക്സാമ്പിൾ മേക്ക് ചെയ്യാം. ഓക്കെ, എന്തൊക്കെ സിറ്റുവേഷൻസ് ആയിരുന്നു നമ്മൾ പഠിച്ചത്? ഹാബിച്വൽ ആക്ഷൻസ്, യൂണിവേഴ്സൽ ട്രൂത്ത്, ലൈക്ക് ആൻഡ് ഡിസ്ലൈക്ക്. ടൈം ഓർ ഷെഡ്യൂൾ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്ത് പറയും? ദ മീറ്റിംഗ് ബിഗിൻസ് അറ്റ് 10 o'clock. മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് 10 o'clock. അപ്പൊ അതൊരു ടൈം ഷെഡ്യൂൾ ഡിപ്പെൻഡ് ചെയ്തല്ലേ? അതിനെ സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് പറയാറുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ, സിമ്പിൾ പാസ്റ്റ് ടെൻസ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഈസ് യൂസ്ഡ് ടു ടോക്ക് അബൌട്ട് സംതിങ് ദാറ്റ് ഹാപ്പൻ ബിഫോർ നൗ. ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞു, കഴിഞ്ഞ കാര്യത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് പറയുമ്പോൾ എന്താണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. സെന്റൻസസ് ഫോംഡ് ഇൻ സിമ്പിൾ പ്രസന്റ് ടെൻസ് ടോക്ക് അബൌട്ട് സംതിങ് ദാറ്റ് സ്റ്റാർട്ടഡ് ഇൻ ദ പാസ്റ്റ്, എൻഡഡ് ഇൻ ദ പാസ്റ്റ്. ദാറ്റ് മീൻസ് എന്താണ്? കഴിഞ്ഞ കാര്യം കഴിഞ്ഞ കാലത്ത് തന്നെ സംഭവിച്ചു കഴിഞ്ഞു
ഫിനിഷ് ആയി, ഫിനിഷ്ഡ്, ദാറ്റ് ടൈപ്പ് ഓഫ് ടോക്കിംഗ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഓക്കെ, ഫോം എന്താണ്? സബ്ജക്ട് പ്ലസ് വി2 ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ് ആണ് സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ ഫോം വരുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ എക്സാമ്പിൾസ്. ഐ വെന്റ് ടു സ്കൂൾ ടുഡേ. ഞാൻ ഇന്ന് സ്കൂളിൽ പോയി. വെന്റ്, പോയി. ഞാൻ ഇന്ന് സ്കൂളിൽ പോയി, കഴിഞ്ഞ കാര്യമാണ്. സോ പാസ്റ്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് വരുന്നത്. സബ്ജക്ട് പ്ലസ് വി2 ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ് ആണ്. വി1, വി2, വി3 ഫോം, 3 ഫോംസ് ആണുള്ളത്. ദാറ്റ് മീൻസ് ഗോ, ഗോ വി1 ഫോം, വെന്റ് വി2 ഫോം, ഗോൺ വി3 ഫോം. അപ്പൊ ഇവിടെ എന്താണ്? വെന്റ് ആണ്, സെക്കൻഡ് ഫോം ആണ്. ഇതാണ് പാസ്റ്റ് ടെൻസിൽ വന്നിരിക്കുന്നത്. ഐ വെന്റ് ടു സ്കൂൾ ടുഡേ. ഐ വെന്റ് ടു സ്കൂൾ ടുഡേ. സോ ഞാൻ ഇന്ന് സ്കൂളിൽ പോയി എന്നാണ് പറയുന്നത്, കഴിഞ്ഞ കാര്യമാണ്. ഓക്കെ, ഹി കോൾഡ് മീ ലാസ്റ്റ് വീക്ക്. അവൻ എന്നെ വിളിച്ചു. എപ്പോഴാണ് വിളിച്ചത്? ലാസ്റ്റ് വീക്കിലാണ്. ഓൾറെഡി വിളിച്ചു കഴിഞ്ഞു. ഓക്കെ, കഴിഞ്ഞ കാര്യം പാസ്റ്റ് ടെൻസിലാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ദേ വെന്റ് ടു ദുബായ് ലാസ്റ്റ് ഇയർ. അവര് ദുബായിലോട്ട് പോയി. ദേ വെന്റ് ടു ദുബായ് ലാസ്റ്റ് ഇയർ. ലാസ്റ്റ് ഇയർ അവർ പോയി കഴിഞ്ഞു. ഓക്കെ, ഇപ്പോൾ അവരെവിടെയാണ്? ദുബായിലാണ്. ഒരു ദുബായിൽ ആണെന്നുള്ളത് ഇപ്പൊ പറയുവാണ് നമ്മൾ. ദേ വെന്റ് ടു ദുബായ് ലാസ്റ്റ് ഇയർ. That type of talking simple past tense. Okay, simple past tense talk about something that started in the past and ended in the past. കഴിഞ്ഞ കാലത്തിൽ, കഴിഞ്ഞു പോയ കാലം, സംഭവിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ പറയാറുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഫ്യൂച്ചർ ടെൻസ്. The simple future is used to talk about things that have not happened yet and might happen in the future. വരാനിരിക്കുന്ന കാലത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്യൂച്ചർ ടെൻസ്. ഭാവി കാലം എന്ന് പറയുന്നത് അല്ലെ, ചെയ്യാൻ പോണ, വരാൻ പോകുന്ന കാലം. ഇപ്പൊ എന്തെങ്കിലും ഐ വിൽ ഡു, ഞാനത് ചെയ്യും, ചെയ്തിട്ടില്ല, ഇനി ചെയ്യാൻ പോകുമ്പോൾ ഇപ്പോഴേ നമ്മൾ പറയും ആ കാര്യത്തിനെ കുറിച്ച്. എന്നാണ് ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയുന്നത്. ഫോം എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് വിൽ or shall plus verb v1 form of the verb plus object ആണ് ഫോം എന്ന് പറയുന്നത്. സബ്ജക്ട് പ്ലസ് will or shall plus v1 form of the verb plus object ആണ് ഫ്യൂച്ചർ ടെൻസിൽ വരുന്നത്. ഓക്കെ, will or shall സാധാരണയായിട്ട് നമ്മൾ shall യൂസ് ചെയ്യുന്നത് ഐ അല്ലെങ്കിൽ വിയിലാണ് കോമൺ ആയിട്ട്. ശരിക്കും ഇംഗ്ലീഷ് പ്രോപ്പർലി പറയുമ്പോൾ ഐ അല്ലെങ്കിൽ വി യൂസ് ചെയ്യുമ്പോഴാണ് ഐ ഷാൾ ഡു ഇറ്റ്, വി ഷാൾ, അങ്ങനെയാണ് ഏറ്റവും സ്യൂട്ട്. എന്ന് വെച്ചിട്ട് നമ്മൾ വില്ല് യൂസ് ചെയ്യാതെ തിരിപ്പില്ല, വില്ലും യൂസ് ചെയ്യും. എന്നാലും ഷാളാണ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും കൂടുതലും യൂസ് ചെയ്യുന്നത്. ശരിക്കും ഷോളാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് മൈൻഡിൽ അറിഞ്ഞാൽ മതി. നമ്മൾ വില്ലും യൂസ് ചെയ്യും. ഹി വിൽ ജമ്പ് ഇൻ ടു ദ ലേക്ക്. അവൻ എവിടെയാണ്? തടാകത്തിലോട്ട് ചാടും. ഹി വിൽ ജമ്പ് ഇൻ ടു ദ ലേക്ക്. അവൻ എന്താണ്? തടാകത്തിലോട്ട് ചാടും. ചാടിയോ? ഇല്ല, ചാടും. ഫ്യൂച്ചറിലാ പറയുന്നത് അല്ലെ. ഐ ഷാൾ ഡു ഇറ്റ്, ഞാനത് ചെയ്യും. ദേ വിൽ ഗോ ടു ദ മാർക്കറ്റ്. അവർ മാർക്കറ്റിൽ പോകും. ദേ വിൽ ഗോ ടു ദ മാർക്കറ്റ്. ഓക്കെ, ഗോട്ട് ഇറ്റ്? എന്തൊക്കെയായിരുന്നു? ഹി വിൽ ജമ്പ് ഇൻ ടു ദ ലേക്ക്, ഐ ഷാൾ ഡു ഇറ്റ്, ദേ വിൽ ഗോ ടു ദ മാർക്കറ്റ്, ഐ വിൽ ഡു. അങ്ങനെയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെന്റൻസ് മേക്ക് ചെയ്യാം. ഫ്യൂച്ചറിൽ ഞാൻ ചെയ്യും എന്ന രീതിയിൽ പറയുന്നതാണ് വിൽ ഓർ ഷോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ ഷോൾ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആയിട്ട് ഐ അല്ലെങ്കിൽ വി ആയിരിക്കും കൂടുതലായിട്ടും ഷോൾ യൂസ് ചെയ്യുന്നത്. എന്നാലും വില്ലും യൂസ് ചെയ്യാറുണ്ട്. മെയിൻ ആയിട്ട് അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ദേ വിൽ ഗോ ടു ദ മാർക്കറ്റ്. അവർ മാർക്കറ്റിലോട്ട് പോകും. എന്താണ്? പോയോ അവര്? ഇല്ല, പോകും. മൈ ഫ്രണ്ട് വിൽ കം to my home tomorrow. My friends will come to my home tomorrow. നാളെ എൻ്റെ വീട്ടിലോട്ട് എൻ്റെ ഫ്രണ്ട്സ് വരും. വന്നിട്ടുണ്ടോ? ഇല്ല. സോ ഫ്യൂച്ചറിൽ വരുന്ന കാര്യം, ഭാവി കാര്യങ്ങളാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ വരുന്നത്. ഓക്കെ, നമ്മൾ എന്താണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്? ടെൻസസ് ആണ്. വാട്ട് ഈസ് ടെൻസ്? ഇറ്റ് ഈസ് ഫോം ഓഫ് verb that indicate the time at which indicate the action or event occur. 3 types of tenses ആണ്. പ്രസന്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്, പാസ്റ്റ് ടെൻസ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഡിഫറെന്റ് സിറ്റുവേഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. ഫോം പഠിച്ചു, സിറ്റുവേഷൻസ് പഠിച്ചു, എക്സാമ്പിൾ പഠിച്ചു. ഓക്കെ,
എന്തൊക്കെയായിരുന്നു? സിറ്റുവേഷൻസ്. വാട്ട് ആർ ദേ? ഹാബിറ്റ്സ് ഓർ ഹാബിച്വൽ ആക്ഷൻ, യൂണിവേഴ്സൽ ട്രൂത്ത്, ലൈക്ക് ആൻഡ് ഡിസ്ലൈക്ക്. ഓക്കെ. ടൈം ഓർ ഷെഡ്യൂൾ. ടൈം ഷെഡ്യൂൾ ഡിപ്പെൻഡ് ചെയ്ത് നമ്മുടെ യൂണിവേഴ്സൽ ട്രൂത്ത്, പ്രപഞ്ച സത്യങ്ങളെ കുറിച്ച് പറയാൻ. ഹാബിച്വൽ ആക്ഷൻസ്, ദാറ്റ് മീൻസ് ഡെയിലി റുട്ടീൻസ് ആൻഡ് ഹാബിറ്റ്സ്. ഡെയിലി റുട്ടീൻസ് അല്ലെങ്കിൽ നമ്മുടെ ശീലങ്ങളെ കുറിച്ച് പറയാനൊക്കെ എന്താണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ലൈക്ക് ആൻഡ് ഡിസ്ലൈക്ക്, നമ്മുടെ ഇഷ്ടങ്ങളെ കുറിച്ചും ഡിസ്ലൈക്ക് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നതും. ടൈം ഷെഡ്യൂൾ, എന്തെങ്കിലും ഒരു ടൈം ഷെഡ്യൂൾ ഡിപ്പെൻഡ് ചെയ്ത് പറയുന്നതും സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. ഓക്കെ. പാസ്റ്റ് ടെൻസ്, കഴിഞ്ഞു പോയ കാര്യത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് പറയുമ്പോൾ നമ്മൾ പാസ്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ. സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ടോക്ക് അബൌട്ട് സംതിങ് ദാറ്റ് സ്റ്റാർട്ടഡ് ഇൻ ദ പാസ്റ്റ് ആൻഡ് എൻഡഡ് ഇൻ ദ പാസ്റ്റ്. കഴിഞ്ഞു പോയി എന്ന കാര്യം. ദാറ്റ് മീൻസ് സബ്ജക്ട് പ്ലസ് V2 ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ് ആണ് അവിടുത്തെ ഫോം വരുന്നത്. ഓക്കെ. ലാസ്റ്റ് വൺ, ഫ്യൂച്ചർ ടെൻസ്. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഈസ് യൂസ്ഡ് ടു ടോക്ക് അബൌട്ട് തിങ്സ് ദാറ്റ് ഹാവ് not happening yet and might happening in the future. ഫ്യൂച്ചർ ടെൻസ്, ഭാവി കാലം ഡിപ്പെൻഡ് ചെയ്ത് പറയുന്നത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണ്. സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷോൾ പ്ലസ് V1 ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ് ആണ് ഫ്യൂച്ചർ ടെൻസിൽ ഫോം വരുന്നത്. വരാൻ പോകുന്ന കാലം, കഴിഞ്ഞു പോയ കാലം, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഐ ആം പ്രിപ്പയറിംഗ് ഫോർ ആൻ എക്സാം. പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു, എക്സാമിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പ്രസന്റ് ടെൻസ് വരുന്നത്. ഓക്കെ. പാസ്റ്റ് ടെൻസിൽ എന്താണ്? നമ്മൾ ചെയ്തു കഴിഞ്ഞു, പ്രിപ്പയർഡ്. ഫ്യൂച്ചർ ടെൻസ് വരുമ്പോൾ വിൽ പ്രിപ്പയർ, ചെയ്യും. അതാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഒരു 2-3 ടൈം നിങ്ങൾ കാണുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നെക്സ്റ്റ് വീഡിയോയുമായി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്.